ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരുക്കി നിർത്തിയേക്കുന്ന ആരെയാണെന്നറിയാം? ഉമ്മക്കുൽസുവിനെയാണ്. അപ്പോൾ ഈ ഉമ്മക്കുൽസു ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. അതേപോലെ തന്നെ ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ എടുക്കാം. പിന്നെ കുരുമുളക് പൊടി എടുക്കാം, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല ചതച്ചെടുത്തേക്കുന്നത് കേട്ടോ, നല്ല പോലെ ചതച്ചെടുക്കണം, പേസ്റ്റ് ആയാലും മതി. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറുജീരകം പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ എടുത്തിരിക്കുന്നത് 2 നാരങ്ങയുടെ നീര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാരങ്ങ നീര് 2 ചെറിയ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. കണ്ടോ, നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉമ്മക്കുൽസു ചിക്കൻ ആരും വിട്ടു പോകരുത്. അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നല്ല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല നല്ല തേച്ച് പിടിപ്പിച്ച് നമ്മുടെ ഉമ്മക്കുൽസുവിനെ നമുക്കൊന്ന് കുട്ടപ്പിയാക്കി എടുക്കണ്ടേ. നല്ല ഒന്ന് ഒരുക്കി അവളെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അവളെ ഒന്ന് ഒരുക്കിയിട്ട് കാണാം. അപ്പോൾ അവളെ നമ്മളൊന്ന് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് നേരം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് വെച്ച് നമുക്ക് ഒറ്റയൊരു വിസിലടിച്ചാൽ മാത്രം മതി. അപ്പോഴേ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം, കാരണം ചിക്കനാണ് വെന്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഇവിടെ വെന്തിട്ടുണ്ട്. സൂപ്പറല്ലേ, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചിക്കനകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളവും അതൊരു ചിക്കൻ്റെ നെയ്യെല്ലാം കൂടെ ഉരുക്കി ഇളകിയ ഒരു വെള്ളമായിരുന്നു. അതും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരട്ടെ. ഓക്കേ, ഫ്രൈ ചെയ്തിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണ നമുക്കതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് കണ്ട ആ എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയും 2 പച്ചമുളക് നെടുക്കി കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടൊമാറ്റോ നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ടൊമാറ്റോ നല്ല ഉടച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഉടഞ്ഞ് നല്ല മിക്സ് ആവണം ഇതിനകത്ത് കിടന്ന്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ നല്ല ഒന്ന് വേവിച്ചിട്ട് കാണാം. അപ്പോൾ ഈ ടൊമാറ്റോ നല്ല ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക.
നമ്മുടെ മറ്റേ നമ്മുടെ ചിക്കൻ്റെ കൂട്ടിനകത്ത് മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഒന്ന് അതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറി നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പകുതി മസാല മാത്രമേ നമ്മൾ ചിക്കനകത്ത് ചേർക്കുന്നുള്ളൂ. ബാക്കി പകുതി നമ്മൾ അല്ല ഒരു ചെറിയ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തത്. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് മതി. അപ്പോൾ ഇതാ ഇവിടെ നല്ല നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫില്ല് ചെയ്യാൻ പോവുകയാണേ. നമ്മൾ കുറേശ്ശെ മസാല എടുത്ത് ചിക്കൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം, വെച്ച് കൊടുക്കാം അകത്തോട്ട്. മുട്ടയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിൻ്റെ ഒരു ഫില്ലിംഗ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫില്ലിങ്. നമുക്ക് കാലും കൂടെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. കെട്ടി വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉമ്മക്കുലുസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ചെയ്ത് നോക്കുക. നമ്മൾ സപ്പോർട്ട് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം.